സ്വർണ്ണവിലയ്ക്കൊപ്പം കുതിക്കുകയാണ് വെള്ളിവിലയും. സ്വർണം സാധാരണക്കാരന്റെ കൊക്കിൽ ഒതുങ്ങില്ല എന്നതുകൊണ്ട് തന്നെ വെള്ളിയിലേക്ക് തിരിയാൻ നിന്ന മലയാളികൾക്ക് നല്ല പണിയാണ് കിട്ടിയത്. സ്വർണ്ണവിലയ്ക്കൊപ്പം കുതിപ്പ് തുടരുകയാണ് വെള്ളിവിലയും. സ്വർണ്ണവില ഇന്ന് 1 ലക്ഷം കടന്ന് കുതിക്കുമ്പോഴും ഒപ്പത്തിനൊപ്പം വെള്ളിവിലയും കൂടെയുണ്ട്. സാധാരണക്കാരായ മലയാളികൾക്ക് സ്വർണം താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. എല്ലാവരും വെള്ളിയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴും വെള്ളിവിലയും റോക്കറ്റ് കണക്കെ കുതിക്കുന്ന അവസ്ഥയും. US ഫെഡ് ഈ വർഷം 3ാം തവണയും പലിശ നിരക്കുകൾ 25 ബേസിസ് പോയിന്റ് കുറച്ചതിനെ തുടർന്ന് വിലയേറിയ ലോഹങ്ങൾ ശക്തമായ മുന്നേറ്റം നടത്തിയതായി US CPI പണപ്പെരുപ്പ് വാർഷികാടിസ്ഥാനത്തിൽ 2.7% കുറഞ്ഞതായും പറയപ്പെടുന്നുണ്ട്. ആഗോള വിപണിയിലും സ്വർണവും വെള്ളിയും റെക്കോർഡ് ഉയരത്തിലാണ്. പണപ്പെരുപ്പം കുറയുന്നതും അടുത്ത വർഷം കൂടുതൽ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആകർഷണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഗോള മാക്രോ സൂചകങ്ങൾ ബുള്ളിയൻ വിലയിൽ ചാഞ്ചാട്ടം തുടരുന്ന സാഹചര്യമുണ്ട്. അന്താരാഷ്ട്ര വിപണികളിൽ വെള്ളിയാഴ്ച ഫെബ്രുവരിയിലെ സ്വർണ്ണ ഫ്യൂച്ചറുകൾ ട്രോയ് ഔൺസിന് 0.52% ഉയർന്നിരുന്നു. $487.30 ക്ലോസ് ചെയ്തത്. അതേസമയം മാർച്ച് മാസത്തെ വെള്ളി ഫ്യൂച്ചറുകൾ 3.48% കുത്തനെ ഉയർന്ന് $67.489 ക്ലോസ് ചെയ്തു. എല്ലാ ആഴ്ചയും 2 ലോഹങ്ങളും റെക്കോർഡ് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. സ്വർണം $4,380 കടന്നതും വെള്ളി ട്രോയ് ഔൺസിന് $67 മുകളിൽ നീങ്ങിയതും സ്ഥിരമായ വാങ്ങൽ താൽപര്യത്തെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം ശക്തിപ്പെട്ടതിനാൽ ആഭ്യന്തര ബുള്ളിയൻ വിലകൾ സമ്മിശ്ര പ്രവണതകൾ കാണിച്ചിട്ടുണ്ട്. MCXൽ ഫെബ്രുവരിയിലെ സ്വർണ്ണ ഫ്യൂച്ചറുകൾ 10 ഗ്രാമിന് 1,34,196 രൂപയിൽ ക്ലോസ് ചെയ്തു. 0.24% ഇടിഞ്ഞ് മാർച്ച് മാസത്തെ വെള്ളി ഫ്യൂച്ചറുകൾ 2.39% ഉയർന്ന് കിലോഗ്രാമിന് 2,08,439 രൂപയിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് ഓഫ് ജപ്പാൻ അടുത്തിടെ പ്രഖ്യാപിച്ച 25 ബേസിസ് പോയിന്റ് നിരക്ക് വർധനവ് വിലയേറിയ ലോഹങ്ങളിൽ പരിമിതമായ സ്വാധീനം മാത്രമേ ചെലുത്തിയിട്ടുള്ളൂ. സ്വർണത്തിന്റെ കുതിപ്പ് തുടരുമ്പോഴും വെള്ളിവിലയും കൂടെ കുതിക്കുന്നത് മലയാളികൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.